മാന്നാർ കൊലപാതക കേസിൽ പ്രതികൾക്കെതിരെ ശക്തമായ തെളിവുകൾ ശേഖരിക്കാൻ പോലീസ് മാന്നാറിലെ പ്രാദേശിക ജനപ്രതിനിധികളുടെ മൊഴികൾ ശേഖരിച്ചു. അനിൽ നാട്ടിലെത്തിയാൽ മാത്രമേ മൃതദേഹം മറവ് ചെയ്തത് സംബന്ധിച്ച് വ്യക്തമായ വിവരങ്ങൾ ലഭ്യമാവുകയുള്ളൂ. സുജു ടി ബാബു ചേരുന്നു. സുജു, എന്തൊക്കെയാണ് ഈ കൊലപാതകവുമായി ഇപ്പോൾ പുറത്തുവരുന്ന കാര്യങ്ങൾ? ഷമി, ഇപ്പോൾ കേസിലെ 3 പ്രതികളെയും ചോദ്യം ചെയ്യുന്നുള്ള നടപടികൾ തുടരുകയാണ്, ചോദ്യം ചെയ്യൽ തുടരുകയാണ്. ഇപ്പോൾ 3 പ്രതികളെ 3 പോലീസ് സ്റ്റേഷനായി വ്യത്യസ്ത സ്ഥലങ്ങളിലേക്കാണ് മാറ്റിയിരിക്കുകയാണ്. ഇന്നലെ ഇവരെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്തിരുന്നു. ആലപ്പുഴ SP ചൈത്ര തെരേസ ജോൺ തന്നെ മാന്നാർ സ്റ്റേഷനിലെത്തിയാണ് ചോദ്യം ചെയ്യലിന് നേതൃത്വം നൽകിയത്. ഇന്നലെ രാത്രിയോടുകൂടി തന്നെ പ്രതികളെ വ്യത്യസ്ത സ്റ്റേഷനിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇവർ വെവ്വേറെ ചോദ്യം ചെയ്യുകയാണ്. പ്രതികളിൽ ചിലർ നൽകിയ മൊഴിയിൽ ചില വൈരുദ്ധ്യങ്ങളുണ്ടായിരുന്നു. ഇതെല്ലാം തന്നെ വ്യക്തത വരുത്തേണ്ടതുണ്ട്. അതിനു കൂടിയാണ് ഈ പ്രതികളെ വെവ്വേറെ ചോദ്യം ചെയ്യുന്നത്. ആദ്യഘട്ടത്തിൽ ഈ 3 പ്രതികളിൽ ഒരു പ്രതിയാണ് ഈ സെപ്റ്റി ടാങ്കിൽ കുഴിച്ചിട്ടു എന്ന പോലീസിന് മൊഴി കൊടുത്തത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് സെപ്റ്റി ടാങ്ക് തുറന്ന പരിശോധനയിലേക്ക് എത്തിയത്. ആദ്യഘട്ടത്തിൽ 2 പ്രതികൾ അത്തരമൊരു മൊഴി നൽകിയിരുന്നില്ല. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ചോദ്യം ചെയ്യലിൽ 3 പ്രതികളും ഇപ്പോൾ ഉറച്ചു നിൽക്കുന്ന സെപ്റ്റി ടാങ്കിൽ മൃതദേഹം മറവ് ചെയ്തു എന്നാണ്. എന്നാൽ പോലീസ് അത് പൂർണ്ണമായും വിശ്വാസത്തിലെടുത്തിട്ടില്ല. കഴിഞ്ഞ ദിവസം സെപ്റ്റി ടാങ്കിൽ നടത്തിയ പരിശോധനയിൽ നിന്ന് കാര്യമായ തെളിവ് കിട്ടിയോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. എന്നാലും പോലീസ് ഇപ്പോൾ അതിൻ്റെ ഫോറൻസിക് പരിശോധനാ ഫലത്തിനാണ് കാത്തിരിക്കുന്നത്. ഇതിനിടയിലാണ് പോലീസിന് മറ്റൊരു സംശയം ഈ പ്രതികളിൽ നിന്ന് ചോദ്യം ചെയ്ത് തോന്നുന്നു. അതായത് ഈ പ്രതികൾ അറിയാതെ 1-ാം പ്രതി അനിൽകുമാർ ഈ മൃതദേഹം മറ്റെവിടെയെങ്കിലും മറവ് ചെയ്തോന്നും സംശയിക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ അടിസ്ഥാനത്തിൽ വീടിൻ്റെ സമീപത്തോ അല്ലെങ്കിൽ വീടിനോട് ചേർന്നോ ഏതെങ്കിലും പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ 15 വർഷത്തിനുള്ളിൽ ഏതെങ്കിലും പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ തെളിവുകൾ ലഭിക്കാനായിട്ട് പ്രദേശവാസികളുടെയൊക്കെ തന്നെ അവരോടും വിവരം പോലീസ് ആരായുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഇതുമായി ഏതെങ്കിലും തെളിവുകളോ വിവരങ്ങളോ പ്രദേശവാസികൾക്ക് ഉൾപ്പെടെ ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളതും പോലീസ് പരിശോധിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ അനിൽകുമാർ നാട്ടിലേക്ക് എത്തിക്കുക എന്ന ഇത് തന്നെയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ആഭ്യന്തര വകുപ്പിൻ്റെയും അതിലെ ഇന്റർപോളിൻ്റെയൊക്കെ സഹായം പോലീസ് ഇതിനോടൊപ്പം തന്നെ തേടിക്കഴിഞ്ഞിരിക്കുകയാണ്. അതിനായുള്ള നടപടികൾ പൂർത്തിയാകുമ്പോൾ അനിൽകുമാറെ നാട്ടിലെത്തിച്ച് ചോദ്യം ചെയ്യാനും കൂടുതൽ തെളിവ് ശേഖരിക്കാനും സാധിക്കുമെന്നാണ് പോലീസിന്റെ കരുതൽ. ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ കേസിൽ കൃത്യമായി തന്നെ അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മൃതദേഹം പൂർണ്ണമായി കണ്ടെത്തുക, അവശിഷ്ടങ്ങൾ ലഭിക്കുന്നിടത്തോളം കണ്ടെത്തുക എന്ന് തന്നെയാണ് ഷമി പോലീസിന് മുമ്പിൽ നിൽക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയും അതുതന്നെയാണ്. സുജു, ഈ ഫോറൻസിക് ലാബിലേക്ക് ചില പരിശോധനയ്ക്കായി ചില ശരീരഭാഗങ്ങൾ കിട്ടിയത് അയച്ചിരുന്നല്ലോ. അതിൻ്റെ റിസൾട്ട് എന്നേക്ക് വരും? അത് ലഭിച്ചതിന് ശേഷം മാത്രമല്ലേ ഇത് സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങളിലേക്ക് പോലീസിന് കടക്കാൻ കഴിയൂ? അത് കാത്തു നിൽക്കുമോ എന്ന കാര്യത്തിൽ സംശയമാണ്. കാരണം ഫോറൻസിക് പരിശോധന ഫലം ഉടൻ എത്തുമെന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. എന്നിരുന്നാൽ പോലും പോലീസിന് ഈ പ്രതികളെ കസ്റ്റഡിയിൽ കിട്ടിയിരിക്കുന്ന 6 ദിവസത്തേക്കാണ്. അപ്പോൾ കോടതി അനുവദിച്ച കസ്റ്റഡിയിൽ കാലാവധിക്കുള്ളിൽ തന്നെ കൂടുതൽ തെളിവുകൾ കണ്ടെത്തേണ്ടതൊരു ആവശ്യം പോലീസിനുണ്ട്. അപ്പം ഈ പ്രതികൾ എല്ലാം പറയുന്ന ഒരു കാര്യത്തിലാണ് അവർക്ക് തീർപ്പുള്ളത്. അതായത് വലിയ പെരുമ്പുഴ പാലത്തിൽ വെച്ചാണ് കൊലപാതകം നടന്നതെന്ന് പറയുന്നു. അവിടെ നിന്നാണ് പിന്നീട് മൃതദേഹം മറ്റ് എവിടെയോ പോലീസിൻ്റെ റിമാൻഡ് റിപ്പോർട്ടിലും കസ്റ്റഡി അപേക്ഷയിലൊക്കെ പറഞ്ഞ് എവിടെയോ പ്രതികൾ ചേർന്ന് സംഘം ചേർന്ന് മറവ് ചെയ്തു. അപ്പോൾ അതുകൊണ്ടാണ് ഈ വലിയപെരുമ്പുഴ പാലത്തിൽ എത്തിച്ച് പ്രതികൾ തെളിവെടുക്കണം. ഈ 6 ദിവസത്തിനുള്ളിൽ തന്നെ പരമാവധി ശേഖരിക്കാവുന്ന തെളിവുകൾ ശേഖരിച്ച ശേഷമായിരിക്കാം പ്രതികളെ വീണ്ടും കോടതിക്ക് മുമ്പിൽ ഹാജരാക്കാൻ സാധ്യതയുള്ളൂ. ഷമി, മാന്നാറിലെ കലയുടെ കൊലപാതകം സംബന്ധിച്ച് പോലീസ് അന്വേഷണം സമഗ്രമായി മുന്നോട്ട് പോവുകയാണ്. വിശദാംശങ്ങൾ നൽകിയത് സുജു.